കുടങ്ങലാണ് ഈ കാണുന്നത്. കുടങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ലേഹ്യം അഥവാ ഒരു കുറുക്ക് ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മുഖ്യമായും കർക്കിടക മാസത്തിൽ നമ്മളത് രോഗനിവാരണത്തിനായി കഴിക്കേണ്ട ഒരു ഔഷധ സസ്യമാണിത്. 2 പിടി കുടങ്ങൽ പറിച്ചെടുത്ത് അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ അഴുക്കുകളും എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കുടങ്ങൽ. കാഴ്ചശക്തി, കേൾവിശക്തി, ബുദ്ധിശക്തി, ഓർമ്മശക്തി, വായ്പുണ്ണ്, അപസ്മാരം, സൗന്ദര്യം നിലനിർത്തൽ തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും കുടങ്ങൽ ഉപയോഗിക്കാറുണ്ട്. ഒരു ചെറിയ കപ്പ് പച്ചരി എടുത്തു. ആ പച്ചരി കഴുകി വൃത്തിയാക്കി കുതിർക്കുന്നതിനായി എടുത്തു. അതിനുശേഷം 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ കുടങ്ങൽ ചെറുതായി അരിഞ്ഞതും അതിനോടൊപ്പം തന്നെ ആ കുതിർത്ത് വെച്ച പച്ചരിയും ചേർക്കുന്നു. അത് നന്നായിട്ട് ദോശയ്ക്ക് അരച്ചെടുക്കുന്നത് പോലെ അരച്ചെടുക്കണം. അത് ദോശയ്ക്ക് അരച്ചെടുക്കുന്ന പോലെ അരച്ചെടുത്ത ആ മാവാണ് അത് കാണുന്നത്. അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് മധുരത്തിനുള്ള കരിപ്പട്ടി, അത് സ്റ്റവ് കത്തിച്ച് സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് ആ അരച്ചെടുത്ത മാവ് ചേർക്കുന്നു. ഒപ്പം മധുരത്തിനായി കരിപ്പട്ടിയും ചേർക്കുന്നു. അത് ഒരല്പം ജീരകപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കണം. അടുക്കി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി നന്നായി ഇളക്കി കൊടുക്കണം. അത് നന്നായി കുറുകി വരും. നന്നായി കുറുകി വന്ന് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി വീണ്ടും ഇളക്കണം. ഇളക്കി അപ്പോഴത്തേക്കത് കട്ടിയായി കഴിയും. കട്ടിയായത് നന്നായി ഇളക്കി അത് യോജിപ്പിച്ച് തണുക്കുന്നതിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുകയാണ്. തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം 1 സ്പൂൺ വെച്ച് വേണം ഇത് കഴിക്കുന്നത്.